എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയുടെ റിസൾട്ട് എപ്പോഴായിരിക്കും? അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും CE മാർക്ക് ആഡ് ചെയ്യുമോ? കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് എല്ലാ വിഷയങ്ങൾക്കും CE മാർക്ക് ആഡ് ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം, അതുപോലെ തന്നെ A+ മുതൽ A ഗ്രേഡ് വരെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ വിഷയങ്ങൾക്കും CE മാർക്ക് ആഡ് ചെയ്യുമോ? അത് ജയിച്ചാൽ മാത്രമാണോ CE മാർക്ക് ആഡ് ചെയ്യുക എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അതുപോലെ CE മാർക്ക് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10 വിഷയങ്ങളാണ് ഈ ഒരു 10ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ 10 വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നാം ഭാഷയുടെ പേപ്പർ 1, അതുപോലെ തന്നെ അതായത് ഒന്നാം ഭാഷയുടെ പേപ്പർ 1, അതുപോലെ ഒന്നാം ഭാഷ പേപ്പർ 2, അതുപോലെ തന്നെ രണ്ടാം ഭാഷ ഇംഗ്ലീഷ്, മൂന്നാം ഭാഷ ഹിന്ദി ഓർ ജനറൽ നോളജ്, അതുപോലെ സോഷ്യൽ സയൻസ്, ഊർജ്ജതന്ത്രം, അതുപോലെ രസതന്ത്രം, ജീവശാസ്ത്രം, ഗണിതശാസ്ത്രം, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിങ്ങനെ ടോട്ടൽ 10 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു 10 സബ്ജക്റ്റുകൾക്കും CE മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു CE മാർക്ക് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെയാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. CE മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്ക് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഗ്രേഡ് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അങ്ങനെ D+ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അതോ അതിന് മുകളിലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും CE മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, ഈ ഒരു 3 വിഷയങ്ങൾക്ക് 20 മാർക്കാണ് CE മാർക്കായിട്ട് വരുന്നത്. ബാക്കി വിഷയങ്ങൾക്ക് 10 മാർക്കാണ് CE മാർക്കിനത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങൾക്കും CE മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും SSLC പരീക്ഷയിൽ ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തോൽക്കുമെന്ന പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് SSLC സേ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് നിങ്ങൾക്ക് സേ പരീക്ഷ ജൂണിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ SSLC റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഏകദേശം മെയ് 2-ാം തീയതിയോടെ ആയിരിക്കും. അപ്പോൾ ഏകദേശം മെയ് 2-ാം തീയതിയോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വാല്യുവേഷനും ടാബുലേഷനും പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ റിസൾട്ട് വരും. എന്നാൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ ഒരു ഫലപ്രഖ്യാപനം പ്രഖ്യാപിക്കാനായിട്ട് കുറച്ച്, അതായത് എന്തെങ്കിലും പരിപാടികൾ വേറെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചും ഈ ഒരു ടൈം കുറച്ച് ചേഞ്ച് ആവും. കാരണം വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നത്, അത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് നിങ്ങളുടെ ഈ വർഷത്തെ വിജയ ശതമാനം ഇത്ര ശതമാനം. കഴിഞ്ഞ വർഷം ഏകദേശം 99.something% ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ പേടി വേണ്ട. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് എഴുതിയിട്ട് ലഭിച്ച മാർക്കിനാണ് TE മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കും അതുപോലെ തന്നെ CE മാർക്കുമാണ് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടാണ് ടോട്ടലായിട്ട് നിങ്ങളുടെ ഗ്രേഡ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ SSLC റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. SSLC റിസൾട്ടിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് കാണാം ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കാണിക്കുന്നതാണ്. അത് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിലും സർട്ടിഫിക്കറ്റിലും അത് കൃത്യമായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഈ ഒരു വാല്യുവേഷൻ എന്താണ് എന്നുള്ളത് പറയാം. വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ SSLCയുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു പേപ്പർ പരിശോധിച്ച് നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണോ, എന്തെങ്കിലും തെറ്റുണ്ടോ, അതിന് എത്ര മാർക്ക് നൽകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും മാർക്ക് നൽകും. അങ്ങനെ മാർക്ക് നൽകിയിട്ട് ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇത്ര ടോട്ടൽ മാർക്ക് ഉണ്ടാവും. അങ്ങനെ ആ ഒരു ടോട്ടൽ മാർക്ക് ഏത് ഗ്രേഡിലാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഒരു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിലേക്ക്, അതായത് സോഫ്റ്റ്വെയറിലേക്ക് അതായത് ഈ ഒരു പരീക്ഷയുടെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അത് മാർക്കുകൾ എൻ്റർ ചെയ്ത് നൽകുകയാണ് ചെയ്യുക. ഇങ്ങനെ മാർക്കുകളൊക്കെ നൽകിയ ശേഷം നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ അതിലേക്ക് നിങ്ങൾക്ക് ഇത്ര CE മാർക്ക് ഉണ്ട് എന്ന്, ഇന്ന സബ്ജക്റ്റിന് CE മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വെച്ച് CE മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ട് സ്കൂളിൽ നിന്ന് എൻ്റർ ചെയ്ത ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഡാറ്റാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു 10 വിഷയങ്ങൾക്ക് എത്ര മാർക്കാണോ CE മാർക്ക് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് ഓരോ വിദ്യാർത്ഥികളുടെയും രജിസ്റ്റർ നമ്പറിൽ കൃത്യമായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ സ്കൂളിൽ നിന്ന്. അത് ഓൾറെഡി സ്കൂളിൽ നിന്ന് ഈ ഒരു CE മാർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു 10 വിഷയങ്ങൾക്കും CE മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു CE മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു, അതായത് 10 മാർക്കല്ല, ഇത് 10 വിഷയമാണ്. 10 സബ്ജക്റ്റിന് CE മാർക്ക് ഓൾറെഡി വെബ്സൈറ്റ് വഴി അത് ആ സോഫ്റ്റ്വെയർ വഴി സ്കൂളിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു CE മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല. അങ്ങനെ ഈ ഒരു
പിന്നീട് വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടാബുലേഷൻ വർക്കാണ്. ടാബുലേഷൻ വർക്ക് സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ ലഭിച്ച മാർക്കിനെയും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള CE മാർക്ക്, ഓരോ സബ്ജക്റ്റും CE മാർക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 20 മാർക്ക് CE ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് CE ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്ക് വെച്ചിട്ടാണ് CE ഉള്ളത്, അതിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് CE ഇനത്തിൽ, അത് 10ൽ എത്ര കിട്ടി, 20 മാർക്ക് CEയിൽ നിങ്ങൾക്ക് എത്ര കിട്ടി, അത് ഓട്ടോമാറ്റിക്കലി അത് വെബ്സൈറ്റിലുണ്ടാവും. വെബ്സൈറ്റല്ല, അവരുടെ സോഫ്റ്റ്വെയറിലുണ്ടാവും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് കൃത്യമായിട്ട് അത് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിച്ച TE മാർക്ക് എത്രയാണ്, CE മാർക്ക് എത്രയാണ് എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ഏത് ഗ്രേഡാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റം തന്നെ, അതായത് സോഫ്റ്റ്വെയർ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് D+ ഗ്രേഡ് കൂടുതൽ കിട്ടിയില്ല, അതായത് D ഗ്രേഡ് മാത്രമേ കിട്ടിയുള്ളൂ. ജയിക്കണമെങ്കിൽ D+ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിൻ്റെ ഒക്കെ കുറവാണെങ്കിൽ ടാബുലേഷൻ സമയത്ത് ആ ഒരു 1 മാർക്ക് തന്നിട്ട് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ കുറവാണെങ്കിൽ ആ ഒരു 2 മാർക്ക് തന്നിട്ട് നിങ്ങളെ ജയിപ്പിക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിൻ്റെ കുറവുണ്ടെങ്കിൽ, അത് ഗ്രേസ് മാർക്കിൻ്റെ കുറവല്ല, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഗ്രേസ് മാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ SPC ആണ്. അപ്പോൾ SPCക്ക് ഏകദേശം 20 മാർക്കാണ് ഗ്രേസ് മാർക്ക് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്, നിങ്ങൾ ജയിക്കാൻ സാധ്യത കുറവുള്ള ആ ഒരു സബ്ജക്റ്റിന്, അതായത് D+ എങ്കിലും കിട്ടാത്ത സബ്ജക്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ഗ്രേസ് മാർക്ക് ഓരോ ഏതൊക്കെ സബ്ജക്റ്റിനാണോ A+ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്ത് കൊടുക്കും. അതല്ല A+ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തതാണെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യുക. ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് 90% മാർക്ക് ആവുന്നത് വരെ, 90 എന്ന് പറഞ്ഞാൽ A+ ഗ്രേഡാണ്. അപ്പോൾ ഈ A+ ഗ്രേഡ് ആവുന്നത് വരെ മാത്രമാണ് ആഡ് ചെയ്യുക. A+ ആയിക്കഴിഞ്ഞാൽ അത് ആ ഒരു ഗ്രേസ് മാർക്ക്, ബാക്കി ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് മറ്റ് സബ്ജക്റ്റുകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ് എല്ലാ SSLC പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളും ജയിക്കുമോ എന്നുള്ളത്. SSLC പരീക്ഷ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടാബുലേഷൻ വർക്ക് എന്താണ് എന്നുള്ളത് പറയാം. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വാല്യുവേഷൻ ചെയ്തതിൻ്റെ, അതായത് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് വാല്യുവേഷൻ ചെയ്ത് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്കും, അതായത് ഈ ഒരു TE മാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള CE മാർക്കുണ്ട്. CE മാർക്ക് ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി നൽകിയിട്ടുള്ള മാർക്കാണ്. ഓരോ സബ്ജക്റ്റും CE മാർക്കുണ്ട്. ഇതെല്ലാവർക്കും ആഡ് ചെയ്യും. അത് നിങ്ങൾ ജയിച്ചാലും തോറ്റാലും CE മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അഥവാ തോറ്റിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാലും അപ്പോൾ ഉള്ള ആ ഒരു CE മാർക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഗ്രേസ് മാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്യും. ഇങ്ങനെ ടോട്ടൽ കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു 100 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, 100 മാർക്ക് എന്ന് പറയുമ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണ്, അതിൽ 20 മാർക്ക് CE ആണ്, ടോട്ടൽ 100ലാണ് വരിക. 100ൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് CE ഉൾപ്പെടെ 30 മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ A ഗ്രേഡ് കിട്ടണമെങ്കിൽ 80 മുതൽ 89 വരെയും, B+ കിട്ടണമെങ്കിൽ 70 മുതൽ 79 വരെയും, B കിട്ടണമെങ്കിൽ 60 മുതൽ 69 വരെയും, C+ കിട്ടണമെങ്കിൽ 50 മുതൽ 59 വരെയും, C ഗ്രേഡ് കിട്ടണമെങ്കിൽ 40 മുതൽ 49 വരെയും, D+ കിട്ടണമെങ്കിൽ 30 മുതൽ 39 വരെയും, അതുപോലെ D ഗ്രേഡ് കിട്ടണമെങ്കിൽ 20 മുതൽ 29 വരെയും, E ഗ്രേഡ് കിട്ടണമെങ്കിൽ 20% താഴെ, അതായത് 20 മാർക്കിന് താഴെ കിട്ടിക്കഴിഞ്ഞാലാണ് E ഗ്രേഡ് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു D+ എങ്കിലും മിനിമം കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് DO EO ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ SSLC സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരുന്നത് ആയിരിക്കും. അപ്പോൾ 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് വാങ്ങിക്കേണ്ടത് എന്ന് പറയുമ്പോൾ 40 മാർക്കിനോടൊപ്പം 10 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 50ലാണ് മാർക്ക് വരിക. അപ്പോൾ 50ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക എന്നുള്ള കാര്യവും അതുപോലെ മറ്റ് ഗ്രേഡുകൾ കിട്ടുക എന്നുള്ള കാര്യം നോക്കാം. 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. 40 മുതൽ 44 വരെ കിട്ടിയാലാണ് A ഗ്രേഡ് കിട്ടുക. അതുപോലെ 35 മുതൽ 39 വരെ മാർക്ക് കിട്ടിയാൽ B+ഉം, 30 മുതൽ 34 വരെ B ഗ്രേഡും, 24 മുതൽ 29 വരെ C+ ഗ്രേഡും, 20 മുതൽ 24 വരെ C ഗ്രേഡും, 15 മുതൽ 19 വരെ D+ ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ 10 മുതൽ 14 വരെ D ഗ്രേഡും, 0 മുതൽ 9 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രേഡുമാണ് കിട്ടുക. ഇതിൽ നിങ്ങൾ മിനിമം D+ ഗ്രേഡെങ്കിലും നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ SSLC പരീക്ഷയിൽ തോൽക്കുകയും പിന്നീട് SSLCയുടെ സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC പരീക്ഷയിൽ ആരും അങ്ങനെ തോൽക്കാറില്ല. അതുകൊണ്ട് തന്നെ തോൽക്കുമെന്നുള്ള പേടിയും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.